എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റിനോടൊപ്പം മെറിറ്റ് കോട്ട സീറ്റിൻ്റെ അലോട്ട്മെൻറ്റിനോടൊപ്പം തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കോട്ട, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട എന്നിങ്ങനെയുള്ള കോട്ടകളിലേക്കുള്ള അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ ഏതാണ്, കോഴ്സ് ഏതാണ് എന്നിവ അനുസരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ, അത് നാളെ എന്ന് പറയുമ്പോൾ ജൂൺ 16-ാം തീയതി, അതുപോലെ തന്നെ മറ്റന്നാൾ എന്ന് പറയുമ്പോൾ ജൂൺ 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടി എന്നാൽ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടില്ല. ചില വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയിട്ടില്ല എന്നാൽ കോഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കിട്ടി, കോഴ്സും കിട്ടി, എന്നാൽ വീട്ടിൽ നിന്ന് വളരെയധികം ദൂരെയാണ് സ്കൂൾ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ നിലവിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. കാരണം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ, ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാൾ വൈകുന്നേരം 5 മണിക്കുള്ളിലായിട്ടോ പോയിട്ട് അഡ്മിഷൻ നേടുക. നിങ്ങൾ നാളെ തന്നെ പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ, അതായത് ഈ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് നാളെ, അതായത് ജൂൺ 16-ാം തീയതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതും, അതുപോലെ തന്നെ ഏത് ഡോക്യുമെൻസിൻ്റെ കുറവാണ് ഉള്ളത് ആ ഒരു ഡോക്യുമെൻറ്റ്സ് തൊട്ടടുത്ത ദിവസം, അതായത് ജൂൺ 17-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ വന്ന് നിങ്ങൾക്ക് വീണ്ടും വന്ന് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ തന്നെ അഡ്മിഷനായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എന്നുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയത്തിലേക്ക് വരാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇഷ്ടപ്പെട്ട സ്കൂളോ ഇഷ്ടപ്പെട്ട കോഴ്സോ കിട്ടിയിട്ടില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ അഡ്മിഷൻ ഉള്ളത് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് എങ്ങനെ പരിശോധിക്കാം, അതുപോലെ തന്നെ റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ക്യാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ ക്യാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ ക്യാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ്. ഞാനിപ്പോൾ 3ലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 1 by 1 ആയിട്ട് ആദ്യം SWSൻ്റെ ലോഗിൻ ചെയ്ത് നോക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്, പിന്നീട് MRSൻ്റെ നോക്കും, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുടെ നോക്കും. MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റേതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസും അതുപോലെ റിസൾട്ടും എങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഏത് ലോഗിൻ വഴിയാണോ അപേക്ഷിച്ചത് ആ ഒരു ലോഗിനൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ആ ഒരു ലോഗിൻ്റെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ SWSൻ്റെയും MRSൻ്റെയും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് നോക്കും, പിന്നീട് മറ്റേ MRSൻ്റെ നോക്കും, അതുപോലെ തന്നെ പിന്നീട് സ്പോർട്സ് കോട്ടയുടെ കൂടി നോക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഏതിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ കൃത്യമായിട്ട് ലോഗിൻ ചെയ്ത് പരിശോധിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ യൂസർ നെയിം അതുപോലെ പാസ്വേഡ് ഈ ഒരു ഡിസ്ട്രിക്ട്, അത് ജില്ല എന്നിവ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്തതിന് ശേഷം പിന്നീട് എൻ്റെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അവിടെ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാൻ സാധിക്കുക, കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആദ്യം ഫസ്റ്റിലോ സെക്കൻഡിലോ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ അവിടെ ഹയർ ഓപ്ഷൻ നിലനിർത്തിയതുകൊണ്ട് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിലാണ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് ഏത് ഓപ്ഷനിലാണോ കിട്ടിയത് ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ മുമ്പ് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടിയിട്ട് ആ ഒരു സ്കൂളിൽ പോവുക. നിങ്ങൾ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഫീസൊന്നും അടച്ചിട്ടില്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് ഏകദേശം ഒരു 1500 രൂപക്കുള്ളിൽ വരും. അപ്പോൾ ആ ഒരു പൈസ കൂടി നിങ്ങൾ അഡ്മിഷൻ ഫീസ് ഇനത്തിൽ അടച്ച് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് ചില സമയത്ത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അങ്ങനെ കാണാനുള്ള കാര്യമെന്ന് പറയുന്നത്,
നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 5ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ കിട്ടി. അപ്പോൾ നിങ്ങൾ പോയിട്ട് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾ അലോട്ട്മെൻറ്റ് പരിശോധിച്ചപ്പോൾ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ, അതായത് നിങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഓപ്ഷനിൽ മാറ്റമില്ല. അപ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് മുമ്പ് ഏതാണോ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത്, ആ ഒരു ഓപ്ഷൻ ലഭിച്ച സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിൽ നിങ്ങളുടെ പാരൻറ്റിൻ്റെയും കൂട്ടിയിട്ട് പോയിട്ട് നിങ്ങളുടെ, അതായത് എത്ര അഡ്മിഷൻ ഫീസ് എന്ന് പറയുമ്പോൾ ഏകദേശം PTA ഫണ്ട് PTA ഡൊണേഷൻ എല്ലാം കൂടി ഏകദേശം ഒരു 1500 രൂപക്കുള്ളിൽ വരും. അപ്പോൾ ആ ഒരു പൈസയും എടുത്തുകൊണ്ട് നിങ്ങൾ പോയിട്ട് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്കെങ്കിലും സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിലവിൽ പ്രത്യേകിച്ച് ഒന്നും നിലവിൽ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ ഏകദേശം ജൂൺ 22-ാം തീയതിക്ക് ശേഷം വരുന്നതാണ്. അപ്പോൾ ഏകദേശം ജൂൺ 22-ാം തീയതിക്ക് എന്ന് പറയാൻ കാരണം ചിലപ്പോൾ നേരത്തെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെയുള്ള ആ ഒരു ഡേറ്റ് പറയുന്നത്. ചിലപ്പോൾ കുറച്ച് ലേറ്റൊക്കെ ആയേക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുക. നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷനുകളൊക്കെ ആ ഒരു സമയത്ത് നൽകേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇത്രയുമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ടുള്ളത്, വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത സ്കൂൾ കോഴ്സാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളതെങ്കിലും നിങ്ങൾ അടുത്തതായിട്ട് നോക്കേണ്ടത്, നിങ്ങൾക്ക് അവിടെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ പോകും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയാണ്, ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ്, ഏത് സ്കൂളിലാണ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് അവിടെ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ്, യുവർ റാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്കൂൾ സെലക്ട് ചെയ്ത് ഓരോ കോഴ്സ് സെലക്ട് ചെയ്ത് ഓരോ സ്കൂളിലെയും ഓരോ കോഴ്സിലെയും റാങ്ക് ഡീറ്റെയിൽസ്, തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച ഏറ്റവും അവസാനത്തെ വിദ്യാർത്ഥിയുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ആണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള ഓപ്ഷനുകളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനോ അതല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകൾക്കോ അപേക്ഷിക്കാവുന്നതാണ്. അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അപേക്ഷയിലെ തെറ്റ് കാരണം സ്കൂളിൽ നിന്ന് അഡ്മിഷൻ തരാതിരുന്ന കാരണം അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാം. എന്നാൽ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും, നിങ്ങൾക്കിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ മുമ്പോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ജൂൺ 16-ാം തീയതി മുതൽ ജൂൺ 17-ാം തീയതി വരെയാണ് അഡ്മിഷൻ നേടാനുള്ള അവസരം. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടി ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് SSLCയുടെ ആ ഒരു സർട്ടിഫിക്കറ്റാണ്. ഒറിജിനൽ ഇല്ലെങ്കിൽ അതിൻ്റെ കോപ്പി മതി. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ TC, അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതായത് LSS, USS, NMMS, NTSC, അതുപോലെ ക്ലബ്സ്, അതുപോലെ സ്പോർട്സ്, അതുപോലെ തന്നെ വിവിധ വിഭാഗങ്ങളായിട്ട് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിലുള്ളതാണെങ്കിൽ അതുവഴി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സും എടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് EWS റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ EWS റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ ആധാർ കാർഡിൻ്റെ കോപ്പി, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ്, അതുപോലെ PTA ഫണ്ട് PTA ഡൊണേഷൻ എന്നിങ്ങനെ ടോട്ടലായിട്ട് ഒരു 1500 രൂപക്കുള്ളിൽ വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചില സ്കൂളിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചില സ്കൂളിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതിന് പകരം വിദ്യാർത്ഥികൾ റേഷൻ കാർഡ് എടുക്കുക. അതിൻ്റെ റേഷൻ കാർഡും അതിൻ്റെ കോപ്പി എടുക്കുക. സ്കൂളിൽ റേഷൻ കാർഡിൻ്റെ കോപ്പിയെ കൊടുക്കാൻ പാടുള്ളൂ. ഒറിജിനൽ യാതൊരു കാരണവശാലും ആർക്കും കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലല്ല കോഴ്സിലല്ല അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.